മക്കളെ, ഞാൻ നന്ദിത മിസ് ആണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിന്റെ ബാക്കിയായിട്ടുള്ള ആന്തരകോണുകൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ബഹുഭുജങ്ങൾ എന്ന് പഠിച്ചു. ഇനി ആ ബഹുഭുജങ്ങളുടെ ആന്തരകോണുകളുടെ തുക, അതായത് ഇന്നർ ആംഗിൾസ് എങ്ങനെ ഫൈൻഡ് ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ത്രികോണങ്ങളുടെ ടോട്ടൽ ആംഗിൾസ് എത്രയാണ്, അതായത് ട്രയാംഗിൾസിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാന്നുള്ളത് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചുതരാം. ഇപ്പൊ തന്നെ 8ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററിൽ വളരെ വിശദമായിട്ട് എന്താണ് ട്രയാംഗിൾസ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോ ട്രയാംഗിൾസിന്റെ ഇന്റീരിയർ ആംഗിൾസ് അഥവാ ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. അപ്പൊ മക്കളെ, ഇനി എങ്ങനെ ബാക്കിയുള്ള കോണുകൾ, ആന്തരകോണുകൾ കണ്ടുപിടിക്കും, ബാക്കിയുള്ള ബഹുഭുജങ്ങളുടെ ആന്തരകോണുകൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് നോക്കിയാലോ. അപ്പോ നമ്മൾ ത്രികോണത്തിന്റെ നമുക്കറിയാം അല്ലെ, 180 ഡിഗ്രി ആണ് ആന്തരകോണുകൾ അഥവാ ഇന്നർ ആംഗിൾസ്. അപ്പൊ ഈ ത്രികോണത്തിന്റെ ഇന്നർ ആംഗിൾസ് ഉപയോഗിച്ച് ബാക്കിയുള്ള ബഹുഭുജങ്ങളെ നമുക്ക് കണ്ടുപിടിക്കാം. നോക്കിയേ, ഇവിടെ 4 വശങ്ങളും 4 കോണുകളുമുള്ള ചതുർഭുജം ഞാൻ വരച്ചു. അതിനെ 2 ത്രികോണങ്ങളാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഒരു ത്രികോണത്തിന്റെ ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാ അല്ലെ, അതായത് ആന്തരകോണം എന്ന് പറയുന്നത് 180. അപ്പൊ ഇവിടെ വേറെ ഒരു ത്രികോണം കൂടെ ഉണ്ട്. അപ്പൊ അത് എത്രയായി? 180 ഡിഗ്രി തന്നെ. അപ്പോ ഇത് നോക്കിയേ, ഒരു ട്രയാങ്കിൾ ആയപ്പോ 1 × 180 ഡിഗ്രി ആണ് നമ്മൾ എഴുതാം. 2 ട്രയാങ്കിൾ വന്നപ്പോ 2 × 180 ആണ് വന്നേ. ഓക്കെ ആണല്ലോ. അപ്പോ ഇവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 3 അല്ലെ. അപ്പൊ 3 × 180 ആയിരിക്കും ഈ പഞ്ചഭുജത്തിന്റെ ആന്തരകോണുകളുടെ തുക. അപ്പൊ നോക്കി മക്കളെ, ഇവിടെ എന്തെങ്കിലും കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? നോക്കിയേ, ഇവിടെ 3 വശങ്ങളുണ്ട് അല്ലെ. 3 വശങ്ങളായപ്പോ 1 × 180 ആയി. ഇവിടെ നോക്കി മക്കളെ, 4 വശങ്ങളുണ്ട്, അതിന് എന്ത് വന്നു? 2 × 180 ആയി. ഇത് നോക്കിയ മക്കളെ, 1 2 3 4 5 വശങ്ങളുണ്ട്, 5 വശങ്ങളായപ്പോ 3 × 180 ആയി. ഇവിടെ നോക്കി മക്കളെ, 3 വശങ്ങൾ ഉള്ളപ്പോ 1 × 180, 4 വശങ്ങൾ വന്നപ്പോ 2 × 180, 5 വശങ്ങൾ വന്നപ്പോ 3 × 180. നോക്കിയേ, എത്രയാണോ വശങ്ങൾ അതിനേക്കാൾ 2 കുറഞ്ഞ് 180 വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഗുണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 6 വശങ്ങളായിരിക്കുമ്പോ അതിന്റെ കോണിന്റെ തുക കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 6ൽ നിന്ന് 2 കുറച്ച് 180 ഗുണിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ n വശങ്ങളാണെന്ന് വിചാരിക്കാം. n വശങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? n വശത്തിൽ നിന്ന് 2 കുറച്ച് 180 ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആന്തരകോണുകളുടെ തുക കിട്ടും. ഓക്കെ, അപ്പോ n വശങ്ങളുള്ള ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താ? n - 2 × 180 ആണ്. അപ്പോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക്